നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിലുണ്ടായ ഒരു സംഭവമാണ് ഇന്ന് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ആസാദി മലയാളം ചാനലിൽ ഒരു പാഠഭേദം ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ന്യൂസ് ചാനലിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവെക്കുക, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ അഭിപ്രായം പറയുക, ഇത്രയുമാണ് ഈ സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാന്ദിദ് ജില്ലയിൽ ഓഞ്ചൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ ഉയർന്ന ജാതിയിലെയാണ്. ഒരു താഴ്ന്ന ജാതിക്കാരനാകുന്ന അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനെന്ന് സമൂഹം അടയാളപ്പെടുത്തിയ സക്ഷം എന്ന് പറയുന്നൊരു യുവാവുമായി 3 വർഷം പ്രണയത്തിലായിരുന്നു. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഈ സക്ഷം ഓഞ്ചലിൻ്റെ പിതാവും സഹോദരന്മാരുമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ളൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ജാതിയുടെ പ്രശ്നത്തിൽ അവൻ താഴ്ന്ന ജാതിക്കാരനാണ് എന്ന കാരണത്താൽ ഈ ദുരഭിമാന കൊലപാതകമെന്ന് കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ചും വടക്കേന്ത്യയിലൊക്കെ അത് അല്പം കൂടുതലാണ്. ഈ പെൺകുട്ടിയുടെ പിതാവും സഹോദരങ്ങളും കൂടെ ചേർന്ന് ഈ ചെറുപ്പക്കാരനെ കൊല ചെയ്തു. അതായത് അവനെ കൊല്ലുന്നതിന് തൊട്ട് തലേ ദിവസം ഈ ഓഞ്ചലിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുക്കാനൊക്കെ ഈ സഹോദരങ്ങൾ ശ്രമിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയതാണ്. പക്ഷേ ഈ പെൺകുട്ടി കള്ളക്കേസ് കൊടുക്കാൻ തയ്യാറായില്ല. അവിടെ നിന്ന് 2 പോലീസുകാർ ഈ ആങ്ങളയോട് അവനെ ഒന്ന് എരി പിടിപ്പിച്ചെന്ന് പറയാം, ഒന്ന് ചൂടാക്കി. നീ എന്തിനാടാ പോലീസ് സ്റ്റേഷനിൽ വന്ന് നീ ചെന്നവനെ തട്ടിക്കള, നീ ആണാണെങ്കിൽ മിടുക്കനാണെങ്കിൽ അവനെ കൊന്നിട്ട് നീ പോലീസ് സ്റ്റേഷനിൽ വാ എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരനെ അങ്ങ് ചൂട് പിടിപ്പിച്ചു. അവന് അന്നേരം തന്നെ പോലീസുകാരോട് പറഞ്ഞു, ശരി ഞാൻ എന്നാൽ അവനെ കൊന്നിട്ട് വരാം എന്ന് പറഞ്ഞ് പോയതാണ്. എന്താണെങ്കിലും ആ ചെറുപ്പക്കാരനെ വെടിവെച്ചിട്ട അവനെ തലയ്ക്ക് കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തി. ഇതിനുശേഷം ഇവൻ്റെ ശവസംസ്കാരം, ഇവൻ്റെ ഫ്യൂണറലൊക്കെ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി വന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ മഞ്ഞൾപ്പൊടി ഇടുകയും അവളുടെ നെറ്റിയിൽ കുങ്കുമം, അതായത് ഈ സിന്ദൂരം എന്ന് പറയത്തിലെ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾ, ഭർത്തൃമതികളായ സ്ത്രീകൾ അവർ കുങ്കുമം ഇടും നെറ്റിയിൽ. ആ കുങ്കുമമൊക്കെ ഇട്ടിട്ട് അവൾ പറഞ്ഞു ഇയാൾ എൻ്റെ ഭർത്താവാണ്. ആ ഡെഡ് ബോഡിയെ അവൾ വിവാഹം കഴിച്ചു. ഡെഡ് ബോഡിയെ വിവാഹം കഴിക്കുക മാത്രമല്ല, അടുത്ത ദിവസം മാധ്യമങ്ങളോട് അവൾ പറഞ്ഞത് ഇനി ജീവിതകാലം മുഴുവൻ ഈ ചെറുപ്പക്കാരുടെ വിധവയായിട്ട് അവൻ്റെ വീട്ടിൽ കഴിയും. അതോടുകൂടെ ഈ സോഷ്യൽ മീഡിയയും പിന്നെ മാധ്യമങ്ങളും ഒക്കെ ഇതങ്ങ് ഏറ്റെടുത്തു. സംഭവം അങ്ങ് വളരെ ഗൗരവമായി. ഈ പെൺകുട്ടി തന്നെ അപ്പനും സഹോദരങ്ങൾക്കുമെതിരെ കേസ് കൊടുത്തു. അവരിപ്പോൾ അറസ്റ്റിലാണ്. ഇത്രയുമൊക്കെയാണ് മഹാരാഷ്ട്ര നാന്ദിദിൽ നിന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു ക്രൈമിൻ്റെ വിവരങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 75 വർഷമായി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട്. 75 വർഷം എന്ന് പറയുമ്പോൾ ഉദ്ദേശം 3 തലമുറയാണ്. 3 തലമുറകളെ പഠിപ്പിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സമയം കിട്ടിയിട്ടും സാഹചര്യം കിട്ടിയിട്ടും ഈ ജാതി ചിന്ത പോലുള്ള തിന്മകൾ അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലും കഴിഞ്ഞില്ല എന്നൊരു കാര്യം. അതാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. 3 തലമുറ, അതായത് 75 വർഷം കൊണ്ട് ഈ പെൺകുട്ടിയുടെ സഹോദരൻ, അപ്പൻ, വലിയപ്പൻ, ഇവരൊക്കെ 3 തലമുറ ഈ 75 വർഷം കൊണ്ട് ജനിച്ചവരാണ്. ഇവരൊക്കെ പോയ സ്കൂളിലും കോളേജിലും ഒന്നും ജാതി വ്യവസ്ഥിതി തെറ്റാണെന്ന് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു പഠന സംവിധാനം നമ്മുടെ ഗവൺമെൻറ്റുകൾ തയ്യാറാക്കിയിട്ടില്ലായിരുന്നു. ഇന്നും ഇത്തരം സാമൂഹിക തിന്മകൾ അല്ലേ, 75 വർഷം എന്ന് പറഞ്ഞാൽ 3 തലമുറ, 3 അതിലധികം തലമുറയാണ് ഈ സർക്കാരുകൾ പഠിപ്പിച്ചു വിട്ടിട്ടുള്ളത്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത്. കഴിഞ്ഞ 75 വർഷമായിട്ട് പല പാർട്ടിക്കാർ ഭരിച്ചു. അവരെല്ലാവരും കൂടെ കൂട്ടി പറയുകയാണ്. അവരെല്ലാവരും ഭരിച്ചിട്ടും ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു പൗരനെ പണിയാൻ പറ്റിയില്ല. സിവിക് സെൻസ് ഇല്ലാത്ത ആളുകളാണ് നമ്മളെന്ന് ലോകം മുഴുവൻ പറയുന്നു. കച്ചട വാരി വലിച്ചിടുന്നവർ, വഴിയിൽ തുപ്പുന്നവർ, മുറുക്കി തുപ്പുന്നവർ, അതായത് കൈ കിട്ടുന്ന കുപ്പിയും
പ്ലാസ്റ്റിക് വല്ല വഴി കളഞ്ഞിട്ട് പോകുന്നവർ, സിവിക് സെൻസ് ഒട്ടുമില്ലാത്തവർ. ഇനി ട്രാഫിക് സെൻസ് ആണെങ്കിലോ, ട്രാഫിക് ഡിസിപ്ലിൻ ആണെങ്കിലോ, നമ്മുടെ റോഡുകളിൽ വണ്ടി ഓടിക്കുന്നത് കണ്ടാൽ അറിയാം, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഡ്രൈവിങ്. പിന്നെ ജാതി വ്യവസ്ഥിതി, അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ മാറേണ്ടത് കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെയാണ്. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, കഴിഞ്ഞ 75 വർഷം കൊണ്ട് നമ്മുടെ സർക്കാരുകൾ നല്ലൊരു പൗരനെ വളർത്തിയെടുക്കുവാൻ ഉള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ പരാജയപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ കുറ്റം പറയുന്നത് സായിപ്പാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ തകർത്തതെന്ന്. സായിപ്പിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് 75 വർഷമായിരിക്കുന്നു. പക്ഷെ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് ഈ ജാതി വ്യവസ്ഥിതിയെ വേരോട് പിഴാൻ പറ്റുമായിരുന്നു. 3 തലമുറയെ പഠിപ്പിക്കുമ്പോൾ ആ ജാതി വ്യവസ്ഥിതിയുടെ തീവ്രത കുറച്ച് കൊണ്ടുവന്ന് അത് ഈ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ ഗവൺമെൻറ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം മീനാക്ഷി എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു നടി, അതുപോലെ തന്നെ ഒരു ടെലിവിഷൻ ഒരു അവതാരികയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു, ആ പെൺകുട്ടി പറഞ്ഞ ചില വാക്കുകൾ, അവൾ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞ ചില വാക്കുകൾ വളരെയധികം വൈറലാകുവാൻ ഇടയായി തീർന്നു. അതായത് തൻ്റെ പാഠപുസ്തകത്തിൽ, താൻ പഠിക്കുന്ന പുസ്തകത്തിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥിതിയെക്കുറിച്ച്, ജാതി പിരമിഡിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ ജാതി വ്യവസ്ഥിതി എങ്ങനെ തുടച്ചു മാറ്റാം, ഇത് തിന്മയാണെന്ന് മാത്രം പുസ്തകത്തിൽ പറയുന്നില്ല. ആ പെൺകുട്ടി പറഞ്ഞത് സത്യമാണ്. ഈ ഒരു സംഭവം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതേ ചിന്തകളാണ് വരുന്നത്. അതായത് നമ്മൾ പഠിപ്പിച്ചിറക്കുന്ന, നമ്മുടെ പാഠശാലകളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ തിന്മ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റുവാനുള്ള, അതിന് സഹായകമാകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെയല്ല കടന്നു പോകുന്നത് എന്ന വലിയ സങ്കടകരമാകുന്ന ഒരു കാര്യം. 21-ാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത വർഷമൊക്കെ ആചരിക്കുന്ന ഒരു രാജ്യത്ത് അത് കഴിഞ്ഞ ഉടനെ ഇങ്ങനെയൊക്കെ പിന്നെ നടക്കുന്നത് കാണുമ്പോൾ നാം ഇന്നും വളർന്നിട്ടില്ലല്ലോ എന്ന് പറയാനാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.